വാർത്താമഴയിലേക്ക് വിശദമായി. എറണാകുളം ചേന്ദമംഗലത്ത് അരുംകൊല. ഒരു കുടുംബത്തിലെ 3 പേരെ അയൽവാസി അടിച്ചു കൊന്നു. ഉഷ, വേണു, വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ ചികിത്സയിലാണ്. പോലീസ് പിടിയിലായ അക്രമി ഋതു റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ്. ജിതിന്റെ കുടുംബവും പ്രതി ഋതുവും തമ്മിലുണ്ടായിരുന്ന തർക്കം പഞ്ചായത്തിൽ പരാതിയായി എത്തിയിരുന്നുവെന്ന് പ്രസിഡന്റ് ലീന വിശ്വൻ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയിരുന്നു. തുടർന്നാണ് ജിതിന്റെ വീട്ടിൽ CCTV സ്ഥാപിച്ചത് എന്നും ലീന വിശ്വൻ 24നോട് പറഞ്ഞു. പഞ്ചായത്തിന്റെ 8ാം വാർഡ് കിഴക്കുംപുറം പ്രദേശത്താണ് ഈ പേരപ്പാടം എന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ഈ വീടുമായിട്ട് രണ്ടും അതിർത്തി തർക്കമൊന്നും അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. ചെറിയ പ്രശ്നങ്ങൾ ഇതിക്ക് മുന്നും പലതവണ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് അന്നത്തെ ആ മെമ്പറുടെയും ഒക്കെ സാന്നിധ്യത്തിലൊക്കെ അത് തീർത്തിട്ടുള്ളതാണ്. പക്ഷെ അതിനുശേഷം നിരന്തരമുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവരുടെ ഒരു CCTV സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ തുടർന്നു പോകുന്ന സമയത്താണ് ഇത് എന്ത് പ്രകോപനമാണ് ഉണ്ടാക്കിയെന്നറിയില്ല. ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമുക്ക് അറിവായത്. ഏതായാലും ഒരു കുടുംബം തന്നെ ഇല്ലാതായ ഒരു സംഭവമാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പോൾ ഇത് കഞ്ചാവിന്റെ ഒക്കെ ഒരു ഇതിലാണ് ഈ പ്രതി ഇത്രയും കാര്യങ്ങൾ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വളരെയധികം കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഉള്ള നിരവധിയായ പരാതികൾ ഇയാളുടെ പുറത്തുണ്ട്. അപ്പോൾ ഏതായാലും വളരെ ഭയാനകവും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് കാണപ്പെടുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇതിനെക്കുറിച്ചൊരു പരാതി ഉണ്ടായിരുന്നത്. അത് നമ്മൾ തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഇതിൽ ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ പെട്ടെന്നാണ് ഒരു ഇതുണ്ടെങ്കിൽ തന്നെ നമ്മുടെ അറിവിൽ ഉണ്ടായിട്ടില്ല. 2 വട്ടം ഇവനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, വടക്കേക്കര സ്റ്റേഷനിൽ. അത് കഴിഞ്ഞിട്ട് പല ഈ പെണ്ണിനെ ശല്യം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു പരാതി. കുടുംബത്തിൽ അങ്ങനെ പരാതി കൊടുത്തിട്ട് കൂട്ടുകാരന്മാരൊക്കെ സംസാരിച്ച് ഒരു ധാരണ എത്തിയാണ് ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. എന്താണ് പെട്ടെന്നാണ് ഇന്നത്തെ പ്രകോപനം ഉണ്ടായിരിക്കണം. നേരത്തെ ഒരു പ്രശ്നങ്ങളില്ല. നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ സ്റ്റേഷനിൽ വിളിച്ചു തീർത്ത് അവസാനിപ്പിച്ചതാണ് 2 വട്ടവും. കത്തി ഇവന്റെ കയ്യിലുണ്ട്. കത്തി അവിടെ വെച്ചിട്ടുണ്ട് അവനോട്. അത് ഉപയോഗിച്ചില്ല. ഇരുമ്പൊടി എന്ന് വെച്ചാൽ സ്റ്റണ്ടാണത്. മറ്റേ സ്റ്റമ്പ് കൊണ്ടാണ് ആക്രമിച്ചത്. പ്രതി ഋതു സ്ഥിരം കുറ്റവാളിയെന്ന് റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. ബാക്കി എല്ലാ രക്തപരിശോധനയ്ക്ക് വേണ്ടി ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പ്രതിനെ അയക്കും. പക്ഷെ ഇതുവരെ അത് കാടുമ്പോൾ അങ്ങനെ സാധ്യത കാണുന്നില്ല. പക്ഷെ നമുക്ക് ആദ്യം കൺഫേം ചെയ്യേണ്ടി വരും രക്തപരിശോധന കഴിഞ്ഞിട്ട് ശേഷം. ഒരു സിമ്പിൾ ഹെഡ് കേസ് ഉണ്ടായിരുന്നു നമ്മുടെ ലിമിറ്റിൽ. പിന്നെ ഒരു NDPS കേസ് ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ. ഒരു ബൈക്ക് മോശം കേസ് ഉണ്ടായിരുന്നു എറണാകുളം സിറ്റിയിൽ. അത് നമുക്ക് ആദ്യം പക്ഷേ എല്ലാം കൺഫേം ചെയ്യേണ്ടി വരും. റൗഡി ലിസ്റ്റുള്ള ആളായിരുന്നു. എല്ലാ നടപടി ഉടൻ തന്നെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ട് എല്ലാ തെളിവുകൾ ഉടൻ തന്നെ കളക്ട് ചെയ്യണം. ഈ മാക്സിമം ഈ തെളിവുകൾ കളക്ട് ചെയ്തിട്ട് ഉടൻ തന്നെ നമുക്ക് ഈ കേസ് ഒരു നാച്ചുറൽ പ്രോഗ്രഷനിൽ കൊണ്ടുവരണം. വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേന്ദമംഗലത്ത് ആൻമരിയും പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അശ്വിൻ പാലാഴിയും ചേരുന്നുണ്ട്. ആദ്യം ആൻമരിയിലേക്കാണ്. ആൻമരിയ, നേരത്തെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഈ തർക്കത്തിന്റെ കാരണം, ഏത് തരത്തിലാണ് ആക്രമണം എന്നൊക്കെ. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ആൻമരിയ? ഉന്മേഷ്, ചേതമംഗലത്ത് നടന്ന ഈ അരുംകൊലയിൽ ഞെട്ടിയിരിക്കുകയാണ് ഒരു നാട് മുഴുവനും. ഈ പറവൂർ ചേതമംഗലം കിഴക്കമ്പുറത്തുള്ള ഒരു നാട് മുഴുവനും ഈ അരുംകൊലയിൽ ഞെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ. അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതകം. ഒരു കുടുംബത്തിലെ തന്നെ 4 പേരെ ആണ് ആക്രമിക്കുന്നത്. ആ അക്രമത്തിൽ 3 പേർ കൊല്ലപ്പെടുന്നു. ഒരാൾ അതിഗുരുതരാവസ്ഥയിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്നു. ഋതു എന്ന് പറയുന്ന യുവാവ്, 28 വയസ്സുള്ള യുവാവ്, ഈ ഋതുവാണ് കൊലപാതകി. ഈ ഋതു നേരത്തെ മുതൽ തന്നെ ഈ അയൽവാസികളുമായിട്ട് പലതവണ ഈ വാക്കുതർക്കം ഉൾപ്പെടെയുള്ള രീതിയിലേക്ക് പോയിട്ടുണ്ട്. പലതവണ ഈ ആക്രമണം അഴിച്ചുവിടുന്ന രീതിയിലേക്ക് മാറിയിട്ടുമുണ്ടായിരുന്നു. ഈ ചെറുപ്പം മുതൽ തന്നെ ലഹരി ഉപയോഗിച്ചിരുന്ന ആളാണ് ഋതു. ഇത് പലതവണ ഈ അയൽവാസികൾ വിലക്കിയിട്ടുണ്ട്. ഈ രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഈ അയൽവാസികളോടുള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ അവരോടുള്ള ഒരു ഇഷ്ടക്കുറവ് ഈ ഋതുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ വൈഭവ് സക്സേന, റൂറൽ SP വൈഭവ് സക്സേന പറയുന്നതനുസരിച്ചാണ് എങ്കിൽ 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഋതു ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ വീട്ടുകാരും ഈ കൊല്ലപ്പെട്ട ഈ വീട്ടിലേക്ക് എത്തുന്നു. ഈ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ഗേറ്റ് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനോടകം ആ ഗേറ്റ് തകർത്തതോടുകൂടി തന്നെ ഈ വീട്ടുകാരെല്ലാം ആകപ്പാടെ ഒരു ഭയത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത്. പിന്നീട് ഇന്ന് ഒരു 6 മണിയോടുകൂടി, ഏകദേശം ഒരു 6 മണിയോടുകൂടി ഈ വീട്ടിലേക്ക് എത്തുന്നു. ഈ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം വീടിന്റെ ഉള്ളിലേക്ക് കടക്കുകയും വീടിനുള്ളിൽ കടന്നതിന് ചെറിയ തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകുന്നു. ആ സംഭാഷണം പിന്നീട് ഈ കമ്പി വടി കൊണ്ട്
ഈ ഋതുവിന്റെ കയ്യിൽ ഒരു കമ്പിവടിയും 2 കമ്പിവടിയും അതുകൂടി തന്നെ ഒരു കത്തിയും കരുതിയിരുന്നു എന്നാണ് ഈ പോലീസ് പറയുന്നത്. ഈ കമ്പിവടി കൊണ്ട് തലയ്ക്കടിക്കുകയാണ് ചെയ്തത്. ഈ 4 പേരെയും ഉപദ്രവിക്കുന്ന ആദ്യം ഒരാളെയാണ് ഋതു ലക്ഷ്യമിട്ടിരുന്നത്. ഈ വ്യക്തിയെ ഉപദ്രവിക്കുന്നതിനിടയിൽ മറ്റു 3 പേര് തടയാൻ ചെല്ലുന്നു. ഈ തടയാൻ ചെല്ലുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് നേരെയും അക്രമം അഴിച്ചുവിടുന്നത്. അതിൽ 3 പേരുടെ നില അപ്പോൾ തന്നെ ഒരു ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു. ഉടൻ തന്നെ ഈ നാട്ടുകാർ ഓടിക്കൂടി ആംബുലൻസ് എത്തുന്നു. 3 ആംബുലൻസുകളാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഈ ആംബുലൻസിൽ ഇവരെ പറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. പക്ഷേ പറവൂർ താലൂക്ക് ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ നൽകുന്നുണ്ട് എങ്കിൽ പോലും ചികിത്സ പൂർണ്ണമായിട്ട് നൽകുന്നുണ്ടെങ്കിൽ പോലും 3 പേരെ രക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ജിതിന്റെ നില ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ജിതിനുള്ളത്. ജിതിൻ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണ് ഈ അയൽവാസികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഗൾഫിൽ നിന്ന് ഒരാഴ്ച മുമ്പ് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. 2 കുഞ്ഞു മക്കളുമുണ്ട്. ആ കുഞ്ഞുമക്കൾ കഷ്ടിച്ചാണ് ഉന്മേഷ് ഈ ഋതുവിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത്. നിലവിൽ ഋതു ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതിനുശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഉന്മേഷ്, ആൻമരിയാണ് വിവരങ്ങൾ നൽകിയത് ചേന്നമംഗലത്ത് നിന്ന്. വാർത്തമഴ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തുമ്പോൾ ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. കുന്നംകുളം പെരുമ്പിലാവിൽ വൻ അഗ്നിബാധ. അക്കിക്കാവ് സിഗ്നലിന് സമീപത്തെ ഹരിത അഗ്രിടെക് സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സൂരജ് സജിയുണ്ട് വിശദാംശങ്ങളുമായി. ഇപ്പോൾ സൂരജ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, തൃശൂർ കുന്നംകുളത്ത് അക്കിക്കാവിലാണ് വലിയ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. കുന്നംകുളം പെരുമ്പിലാവ് അക്കിക്കാവിന് സമീപത്ത്, അതായത് സിഗ്നൽ സമീപത്ത് പ്രവർത്തിക്കുന്ന ഹരിത അഗ്രിടെക് എന്ന സ്ഥാപനത്തിലാണ് ഇന്ന് 8:15 തീപിടുത്തമുണ്ടായത്. ഈ തൃശൂരിന്റെ വിവിധ മേഖലകളിൽ നിന്ന്, അതായത് കുന്നംകുളത്ത് നിന്നടക്കം 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൃഷിക്ക് ആവശ്യമായ മെഷീനുകളടക്കം വിൽപ്പന നടത്തുന്ന ഈ കേന്ദ്രമായിരുന്നു. അവിടെയാണ് ഇന്ന് 8:15 തീപിടുത്തമുണ്ടായിരുന്നത്. ആ സമയത്ത് ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇതിന്റെ നടത്തിപ്പുകാർ തന്നെ അറിയിച്ചിട്ടുള്ളത്. ആരും തന്നെ ഇതിനകത്തില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നതെങ്കിൽ പോലും ആരെങ്കിലും ഇതിനകത്ത് കുടുങ്ങിയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ ഫയർഫോഴ്സ് വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഭീതി പരത്തുന്ന കടുവയുടെ ദൃശ്യങ്ങൾ 24-ന് തൂപ്ര ഭാഗത്ത് കടുവ റോഡ് മുറിച്ച് കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഒരു കാറിന്റെ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. ഇതാണ് ആ ദൃശ്യങ്ങൾ. അപ്രതീക്ഷിതമായിട്ടാണ് കടുവയെ കണ്ടതെന്നും കടുവ പ്രദേശത്ത് തന്നെ ഉണ്ടാകാനാണ് സാധ്യതയെന്നും ദൃശ്യങ്ങൾ പകർത്തിയ ചെറ്റപ്പാലം സ്വദേശി ജോയ് പറഞ്ഞു. തൂപ്രയെന്ന് ദേവൃഗത്തേക്ക് പോകുന്ന വഴി ഒരു കടുവ പെട്ടെന്ന് ഇങ്ങനെ എന്ത് ചെയ്തു, ക്രോസ് ചെയ്ത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ പേടിയായി പോയി. ഞാൻ പറഞ്ഞു ഇതേതാ കടുവ എന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അവിടുന്ന് കറക്റ്റായിട്ട് ഞങ്ങളൊരു 2-3 മിനിറ്റ് കണ്ടു. ഈ റോഡ് കഴിഞ്ഞിട്ട് കയറി വേറൊരു വീടിൻ്റെ അങ്ങോട്ടാണ് കയറിപ്പോയത്. ആ സൈഡിലേക്ക് ഇങ്ങനെ കയറിപ്പോയി. കാരണം നല്ല വലിപ്പമുണ്ട്, പക്ഷേ മെലിഞ്ഞെന്ന് പറഞ്ഞാൽ വയറൊക്കെ ഒട്ടിയായിരിക്കുന്നത്, ക്ഷീണമായിട്ട്. സാധനം ആ ഭാഗത്ത് തന്നെയുണ്ട്. ശ്രുജിത്ത് ഇപ്പോഴത്തെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രുജിത്ത്, ഈ വനംവകുപ്പിന്റെ പരിശോധനയിൽ എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? ഇപ്പോൾ എവിടേക്ക് പോയി കടുവയെന്ന് വ്യക്തമാക്കുന്നുണ്ടോ വനംവകുപ്പ്? കടുവ എന്തൊക്കെയായാലും അമരക്കുനിയുടെ മേഖലയിൽ തന്നെ, അമരക്കുനിയുടെ ചുറ്റുവട്ടത്തുള്ള പ്രദേശത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ശക്തമായ തെളിവാണ് ഈ ദൃശ്യം. 7:20-നാണ് പാസ്റ്റർ ജോയ് ഈ ദൃശ്യം, ജോയിയുടെ കാറിന്റെ ഡാഷ് ക്യാമറയിൽ നിന്ന് ദൃശ്യം ലഭിക്കുന്നത്. ഇത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഇന്ന് വൈകിട്ട് മുതൽ തന്നെ വനംവകുപ്പ് കടുവയെ പലയിടത്തും കണ്ടു എന്ന ആളുകൾ പറഞ്ഞതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ആ മേഖലയിൽ RRT സംഘമടക്കം തെരച്ചിൽ നടത്തുകയായിരുന്നു. ഈ തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ദൃശ്യം കൂടി പുറത്തു വന്നിട്ടുള്ളത്. അതായത് ആ മേഖലയിൽ കൂട് സ്ഥാപിക്കാനുള്ള നീക്കം നടത്തുകയായിരുന്നു. അവിടുത്തെ ഒരു ഫാമിന്റെ മേൽനോട്ടക്കാരനാണ് ഇദ്ദേഹം. ആ ഫാമിലേക്ക് പോകുന്ന വഴിയാണ് ഇത്തരത്തിലൊരു ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടത്. അത് കണ്ട വഴിക്ക് ഉടൻ തന്നെ, അത് അല്പസമയം ഉണ്ടായിരുന്നു, കടുവ അവശനിലയിലാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ കടുവ കേരളത്തിന്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത കടുവയാണ്. മാത്രമല്ല ചെറിയ പരിക്ക് ഈ കടുവയ്ക്ക് ഉണ്ട് എന്നുള്ളത് വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും
വനംവകുപ്പ് വ്യക്തമാക്കുന്നു. എന്തായാലും ആ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ തിരച്ചിൽ ശക്തമായ രീതിയിൽ തന്നെ നടക്കുന്നുമുണ്ട്. ഏതെങ്കിലും സന്ദർഭത്തിൽ ഇത് മുന്നിൽ വന്ന് വരികയാണെങ്കിൽ സ്വാഭാവികമായും മയക്കുവെടി എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് വനംവകുപ്പ് നീക്കം നടത്തുന്നത്. പക്ഷേ പല ആളുകളും ഇപ്പോൾ പടക്കം പൊട്ടിക്കുന്നുണ്ട് പല മേഖലകളിലും, അതായത് പ്രദേശത്ത് പല ഭാഗത്തും പടക്കം പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ശബ്ദം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് വിട്ടൊഴിഞ്ഞ് മറ്റിടങ്ങളിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. ആളുകളെ സംബന്ധിച്ച് ഭയം ഉണ്ടാകും, അതുകൊണ്ടാകും ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്നത്. പക്ഷേ തുടർച്ചയായി പടക്കം പൊട്ടിക്കുന്നത് അതിന്റെ ആ ഒരു ദൗത്യത്തെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ള തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഈ കടുവ ഇപ്പോൾ നിലവിൽ 4-ലേറെ കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പല മേഖലകളിലും. ഒന്നുകിൽ കടുവ കൂട്ടിലെത്തും, അല്ലെങ്കിൽ അതിനെ മയക്കുവെടി വെക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ളത്. രാപ്പകൽ ഭേദമില്ലാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ അമരക്കുനി മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് തൂപ്രയിലായിരുന്നു ബേസ് ക്യാമ്പായി ഉണ്ടായിരുന്നത്. ഏതായാലും കടുവയുടെ പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ട പീഡനക്കേസിൽ 57 പേർ അറസ്റ്റിൽ, 3 പേരാണ് ഇനി പിടിയിലാകാനുള്ളത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ഇപ്പോൾ വിശദാംശങ്ങൾ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, പുതുതായി ആരൊക്കെയാണ് അറസ്റ്റിലായിട്ടുള്ളത്? വിവരങ്ങൾ. പത്തനംതിട്ട, ഇലവന്തിട്ട, അതുപോലെ തന്നെ തിരുവനന്തപുരം കല്ലമ്പലം പോലീസ് സ്റ്റേഷൻ, ഈ 3 പരിധികളിലായിട്ടാണ് ഇപ്പോൾ 3 പേർ അറസ്റ്റിലായിട്ടുള്ളത്. എന്തായാലും ഇനി ആകെ പിടിയിലാകാനുള്ളത് 3 പേർ മാത്രമാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസ് പറയുന്നത്. 57 പേർ അറസ്റ്റിലായിട്ടുണ്ട്. 60 പേരാണ് കേസിൽ ആകെ പ്രതികളായിട്ടുള്ളത്. അതിൽ ചില ഡബ്ലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഏറി വന്നാൽ 3 പേർ അത്ര മാത്രമേ പോലീസ് ഇപ്പോൾ നമുക്ക് നൽകുന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ളൂ. അതായത് മുഴുവൻ പ്രതികളും ഏതാണ്ട് ആകുമെന്ന് ഉടൻ തന്നെ നമുക്ക് പറയാൻ കഴിയും. 2 പേർ ഇപ്പോൾ വിദേശത്താണ്, 2 പേർ ഗൾഫിലാണ്. അവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രതിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയും. അത് പോലീസിന്റെ ഏതാണ്ട് നിരീക്ഷണത്തിൽ തന്നെയാണ് ആ പ്രതി ഉള്ളതെന്നും പറയുന്നു. എന്തായാലും പത്തനംതിട്ട പോക്സോ കേസിലെ മുഴുവൻ പ്രതികളും 2 ദിവസത്തിനുള്ളിൽ തന്നെ അറസ്റ്റിലാവുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് തിരികെ. തൂണേരി ഷിബിൻ വധക്കേസിലെ പ്രതികളെ ജയിലിൽ സന്ദർശിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മുയിൻ അലി തങ്ങൾ. പ്രവർത്തകരുടെ നിരപരാധിത്വം തെളിയിക്കാൻ സുപ്രീംകോടതിയിൽ നിയമ പോരാട്ടം തുടങ്ങി എന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. പാർട്ടി ഒറ്റക്കെട്ടായി കൂടെ ഉണ്ടാകുമെന്ന് മുയിൻ അലി തങ്ങൾ. വിപിൻ സി വിജയനുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. വിപിൻ, വിശദാംശങ്ങൾ. ഇപ്പോൾ മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ തവനൂർ സെൻട്രൽ ജയിലിലെത്തി പ്രതികളെ സന്ദർശിച്ചതാണ് ഒരു വിവാദത്തിലായിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഇത് ഫേസ്ബുക്കിലൂടെ ഈ സന്ദർശനത്തെ കുറിച്ച് പറയുകയും ചെയ്തിരിക്കുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇപ്രകാരമാണ്: നേരത്തെ വിചാരണ കോടതി കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടവരെയാണ് ഹൈക്കോടതി ശിക്ഷിച്ചത്. ഇവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP-യുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം സുപ്രീം കോടതിയിൽ നിയമപോരാട്ടത്തിന് തുടക്കം കുറിച്ചു. പരമോന്നത നീതിപീഠത്തിന് മുന്നിൽ നാദാപുരത്തെ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ പാർട്ടി ഒറ്റക്കെട്ടായി കൂടെ ഉണ്ടാകും എന്നുള്ളതുമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നാണ് ഈ ഒരു സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം നാദാപുരത്തെ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹാരിസും കൂടെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവാദത്തിലാവാനുള്ള ഒരു കാരണം CPM-ന്റെ പ്രവർത്തകർ ഈ കേസുകളിൽപ്പെട്ട കൊലപാതക കേസുകളിലൊക്കെ ജയിലിൽ കഴിയുന്ന ഒരു സമയത്ത് CPM-ന്റെ നേതൃത്വം ഒക്കെ ജയിലിലെത്തുകയും സന്ദർശിക്കുകയും ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ജയിലിലെത്തി സന്ദർശിക്കുന്നത് വലിയ വിവാദത്തിലാവുകയും അതൊരു രാഷ്ട്രീയ വിഷയമാക്കി UDF-ഉം യൂത്ത് ലീഗും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ശിക്ഷിച്ച ജീവപര്യന്തം ശിക്ഷയ്ക്ക്. ശരി വിപിൻ, അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഈ സന്ദർശനം. അതിനെ ആ നിലയ്ക്ക് കണ്ട് വിമർശനം ഉയരുമെന്നുള്ളതാണ് അറിയേണ്ടത്. തൃശൂർ ചെറുതുരുത്തി പൈങ്കുളത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 4-അംഗ കുടുംബത്തിലെ എല്ലാവരുടെയും മൃതദേഹം കണ്ടെത്തി. ഷാഹിന, ഭർത്താവ് കബീർ, മകൾ സറ, ഷാഹിനയുടെ അനുജത്തിയുടെ മകൻ ഫുവാത്ത് എന്നിവരാണ് മരിച്ചത്. ഇപ്പോൾ ഇവിടെ അറിയാൻ കഴിഞ്ഞത് അവർ കുളിക്കാൻ വന്നിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിലെ പുരുഷനായിട്ടുള്ള ആൾ അങ്ങനെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതായിട്ട് കാണുന്നില്ല. അദ്ദേഹം ഫുൾ ഡ്രസ്സാണ് ചെയ്തിരിക്കുന്നത്. മറ്റേ കുഞ്ഞുങ്ങളെല്ലാം കുളിക്കാതെ തന്നെയായിരുന്നു. ഇപ്പോൾ ബാക്കി 3 പേരെ റിക്കവർ ചെയ്തിട്ടുണ്ട്. റിക്കവർ ചെയ്തൂടെ ചേലക്കര ഹോസ്പിറ്റലിലേക്ക് അവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഭാഗം അധികം ഒഴുക്കായി കാണുന്നില്ല എങ്കിലും നല്ല അത്യാവശ്യം കുറച്ച് ആഴമുണ്ട്. അടിഭാഗത്ത് നല്ല ചെയറും നെറ്റും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നു. അങ്ങനെ നമ്മളെ പ്രവർത്തനത്തിൽ റിസ്കി ആയിരുന്നു. 2-2.5 ആൾക്കോളം ആഴമുണ്ടായിരുന്നു അല്ലേ? ഇവർക്കൊക്കെ നീന്തൽ അറിയില്ലാത്ത ആൾക്കാരാണ്. അതാണ് ഈ അപകടത്തിൽ പെടാനുള്ള പ്രധാന കാരണം. സൂരജ് സജ്ജുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ കൂടി ആരംഭിച്ചല്ലോ അല്ലേ?
തീർച്ചയായും ഉന്മേഷ്, ഞാനിപ്പോൾ നിൽക്കുന്ന ചേലക്കരയിലെ ആശുപത്രിയിലാണ്, സ്വകാര്യ ആശുപത്രിയിലാണ്. നിലവിൽ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് ഈ 4 അംഗ കുടുംബം ഈ ഭാരതപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങുന്നതും അതിൽ 2 കുട്ടികൾ ഈ വെള്ളത്തിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അമ്മയും ഈ പിതാവും അടക്കം വെള്ളത്തിൽ വീഴുന്നതും അങ്ങനെ 4 പേർ ഈ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നതും. 3.5 മണിക്കൂറിലധികം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് നിലവിൽ ഇവരുടെ മൃതദേഹം ഉൾപ്പെടെ വീണ്ടെടുത്തത്. ഇപ്പോൾ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കായി ഈ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ജീവോദയ ആശുപത്രിയിലാണ് നിലവിൽ ഈ മൃതദേഹമുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷം മൃതദേഹം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് ഇത് വിട്ടു നൽകുന്നതിനുള്ള നടപടിയാണ് നിലവിൽ MLAയും ജില്ലാ ഭരണകൂടവും എല്ലാം ഇടപെട്ടുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഉന്മേഷ്, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് കൂടി. മലപ്പുറം ചങ്കരംകുളം പാവിട്ടപ്പുറത്ത് ബൈക്ക് അപകടത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. എറണാകുളം സ്വദേശി തെക്കത്ത് വിളപ്പിൽ ഷിഹാബിന്റെ മകൻ ഷഹബാസ് ആണ് മരിച്ചത്. സമീർ ബിൻ കരീമുണ്ട് മലപ്പുറത്ത് നിന്ന്. സമീർ, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്ന് രാത്രിയോട് കൂടിയാണ് സംസ്ഥാന പാതയിൽ ചങ്കരംകുളം പാവിട്ടപ്പുറത്ത് വാഹനാപകടം ഉണ്ടാകുന്നത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന എറണാകുളം സ്വദേശി തെക്കത്ത് വളപ്പിൽ ഷിഹാബിന്റെ മകൻ 16 വയസ്സുള്ള ഷഹബാസ് ആണ് മരിച്ചിരിക്കുന്നത്. ഈ ബൈക്കിലുണ്ടായിരുന്ന കുളങ്ങര വീട്ടിൽ 16 വയസ്സുള്ള റിഹാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് കാര്യമായ പരിക്കേൽക്കുകയും ചെയ്തു. കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ വൈകുന്നേരത്തോടു കൂടിയാണ് വാഹനാപകടം ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്ക് മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. പരിക്കേറ്റ നിലയിൽ റോഡിൽ കിടക്കുകയായിരുന്ന കുട്ടികളെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. സമീർ ബിൻ കരീം, മലപ്പുറത്ത്. ഇതോടെ വാർത്താമഴ പൂർത്തിയാകുന്നതിന് പോലീസ് സ്റ്റേറി സുഹേലെത്തും. നമസ്കാരം.